എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ശാലോം ടിവിയുടെ ഹെവൻലി മെലഡീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. നമ്മോടൊപ്പം ആയിരിക്കുക പ്രിയ ബഹുമാനപ്പെട്ട ലൂയി മരിയദാസ് അച്ഛനാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ അച്ഛനോടൊപ്പം വരുന്നതിൻ്റെ ആ സന്തോഷം ഇപ്പോഴും മാറിയിട്ടില്ല. നവമാധ്യമങ്ങളിലൊക്കെ അച്ഛൻ്റെ മുഖം നമുക്ക് പരിചയമാണ്. അച്ഛൻ്റെ മുഖത്തിൻ്റെ ഒരു പ്രത്യേകത, അച്ഛന് ഈശോയുടെ മുഖം ഉണ്ട് എന്നതാണ്. അച്ഛൻ നമ്മൾ നെഞ്ചിലേറ്റിയത് അച്ഛൻ്റെ ആ ഒരു സുന്ദരമായ ഗാനമാണ്. ജനഹൃദയങ്ങൾ ഹൃദയത്തിലേറ്റുപാടിയ അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. പ്രിയപ്പെട്ട ലൂയി മരിയദാസ് അച്ഛ, ഒത്തിരി സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ശാലോം ടിവിയുടെ ഈ ഹെവൻലി മെലഡീസിൻ്റെ ഈ ഫ്ലോറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു വിവനച്ച. നമുക്ക് അച്ഛൻ്റെ ഒരു സുന്ദരമായ ഒരു ഗാനത്തിലൂടെ തന്നെ ഈ എപ്പിസോഡ് ആരംഭിക്കാം. ഈ എപ്പിസോഡിൽ ഞാൻ ആഗ്രഹിച്ച ഒരു തീം പ്രത്യേകമായിട്ട് ഞാൻ 2 ദുഃഖകരമായ അനുഭവങ്ങളിൽ നിന്ന് കുറിച്ച 2 ഗാനങ്ങൾ, ജീവിതത്തിൽ 2 ദുഃഖകരമായ അനുഭവങ്ങൾ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പങ്കുവച്ചത് ദൈവസ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം, ദൈവവിളി, അതൊക്കെയായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ഈശോയുടെ സ്നേഹാനുഭവമായിരുന്നു. ഇത് 2 ദുഃഖകരമായ വ്യക്തി ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളിൽ നിന്ന് പിറന്ന ഷെയർ ചെയ്യാൻ പറ്റുന്ന അനുഭവമാണ്. അതിലൊന്ന് എൻ്റെ പൊന്നു കുഞ്ഞേ നീ എത്ര പാപി എന്നാലും എന്നുള്ള പാട്ട് എൻ്റെ അപ്പച്ചൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഗാനമാണ്. അതുപോലെ കേട്ടവർ ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു. ആന്തരിക സൗഖ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗാനമാണ്. ഇതൊരു പ്രണയ തകർച്ചയുടെ ഓർമ്മ എൻ്റെ ജീവിതത്തിൽ ഒരു സഹോദരി ഷെയർ ചെയ്ത്, ആ സഹോദരി ഇങ്ങനെ പ്രണയം തകർന്ന് മരിക്കാൻ, സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയ അവസരം. അപ്പോൾ ഞാൻ പണ്ട് കുട്ടികളുടെ ധ്യാനങ്ങളൊക്കെ നയിക്കുമായിരുന്നു. അപ്പോൾ ഈ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, ജീവിക്കുക എന്നുള്ളതാണ് ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന ഒരു തീം ഡെവലപ്പ് ചെയ്ത് സംസാരിക്കുമായിരുന്നു. അപ്പോൾ എന്നോ ഒരു ധ്യാന അവസരത്തിൽ കേട്ട ഒരു ശകലം ഈ നിരാശ വന്നപ്പോൾ ഇങ്ങനെ ഓർമ്മ വന്നു. അങ്ങനെ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അങ്ങനെ ബാത്റൂമിൽ കയറി കൈമുറിച്ച് പിന്നെ മരിക്കാം എന്നുള്ളതായിരുന്നു ഈ സഹോദരിയുടെ തീരുമാനം. അങ്ങനെ അതിന് വേണ്ട ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു, മരിക്കാൻ വേണ്ടി ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു. അപ്പോൾ ആ അവസരത്തിലാണ് ഇങ്ങനെ എന്നെ വിളിച്ച ഒരു പ്രാർത്ഥനാ സഹായം എന്ന രീതിയിൽ, മനസ്സിനിങ്ങനെ വിഷമം താങ്ങാൻ പറ്റുന്നില്ല, അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ സഹോദരി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ സാധിക്കില്ല, ഈശോ നിന്നെ അനുവദിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാനിപ്പോൾ തന്നെ പ്രാർത്ഥിക്കും. ഞാൻ പള്ളിയിലേക്ക് കയറുകയാണ്. രാത്രി ഒരു 8 മണി സമയത്തൊക്കെയാണ് ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സഹോദരി അന്നേരം മറ്റൊരു സംസ്ഥാനത്താണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ എന്നിട്ട് പള്ളിയിൽ കയറി ഞാൻ ഈശോയുടെ മുമ്പിൽ കരങ്ങൾ വിരിച്ചു പിടിച്ച് ഞാൻ ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവമേ, അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഉണ്ടാവരുത്. നമ്മളുടെ അടുത്ത് പ്രാർത്ഥന സഹായം ചോദിച്ചൊരു നിസ്സഹായതയിൽ ഇങ്ങനെ വിളിച്ച ഒരു സാഹചര്യത്തിൽ അപ്പോൾ എനിക്ക് ഈശോ പറഞ്ഞു തന്ന ഒരു ഗാനമാണ്. ഈശോ എന്നോട് പറഞ്ഞു, മോനെ, സ്നേഹത്തിൻ്റെ തിരസ്കരണം അനുഭവിക്കുന്നവരെല്ലാം മരണത്തോളം വേദന അനുഭവിക്കുന്നവരാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഗത്സമേൻ തോട്ടത്തിൽ രക്തം പേർത്തതെന്ന് നിനക്കറിയാമോ? എൻ്റെ പീഡാസഹനം ഓർത്തിട്ടൊന്നുമല്ല, എൻ്റെ പ്രിയപ്പെട്ടവരെന്നെ തള്ളിപ്പറഞ്ഞതും എന്നെ ഒറ്റിക്കൊടുത്തതും അതെല്ലാം എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ അതാണ് എനിക്ക് രക്തത്തുള്ളിയായിട്ട് വന്നത്. അപ്പോൾ ഇങ്ങനെ മരിച്ചു പോകുന്ന അനേകം മക്കളുണ്ട്. അവർക്ക് മനസ്സിലാ ദുഃഖം, പ്രണയ നൈരാശ്യം, ജീവിതത്തിൽ ആകസ്മികമായി ഉണ്ടാകുന്ന കടബാധ്യതകൾ, ദുഃഖ ദുരിതങ്ങൾ, അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന പ്രതിസന്ധികളിൽ തകർന്നു പോകുന്ന അനേകം മനുഷ്യ മനസ്സുകളുണ്ട്. അപ്പോൾ ഈശോ പറഞ്ഞ ഇതാണ്, നമ്മളുടെ ജീവിതത്തിൽ സ്നേഹം തിരസ്കരിക്കപ്പെടുമ്പോഴാണ് നമുക്ക് ദുഃഖവും നിരാശയും. പക്ഷേ ഞാൻ അതിനെ എങ്ങനെ അതിജീവിച്ചുവെന്ന് നോക്കി നീ അതിനെ അതിജീവിക്കണം. അതാണ് ഗത്സമേൻ തോട്ടത്തിൽ ഏകനായി നിന്നത്, യൂദാസ് ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്തത്, അങ്ങനെയുള്ള വരികളാണ് അതിനകത്ത് കൂടുതൽ വരുന്നത്. എൻ്റെ പൊന്നു കുഞ്ഞേ നീ എത്ര പാപിയെന്നാലും യേശുവിൻ സ്നേഹം ക്ഷമിക്കും.
എന്റെ പൊന്നു കുഞ്ഞെ നിനക്കെത്ര കുറവുണ്ടേലും യേശുവിൻ സ്നേഹം സഹിക്കും. നിന്റെ പാപരോഗങ്ങൾ തോളിൽ വഹിച്ച ദൈവം, നിന്റെ ദുഃഖഭാരങ്ങൾ ക്രൂശിൽ സഹിച്ച ദൈവം, നിന്നെ രക്ഷിക്കാൻ ശക്തനായവൻ, നിന്റെ രക്ഷയ്ക്കായി ജീവൻ തന്നവൻ. എന്റെ പൊന്നു കുഞ്ഞെ നീ എത്ര പാപിയെന്നാലും യേശുവിൻ സ്നേഹം ക്ഷമിക്കും. നെഞ്ചു നീറിക്കരയുമ്പോൾ ഓർക്കേണം നീ എന്നെ, നിനക്കായി തുറന്ന ഹൃദയം. പാപഭാരം തളർത്തുമ്പോൾ ഓർക്കേണം നീ എന്നെ, നിനക്കായി തകർന്ന ഹൃദയം. നെഞ്ചു നീറിക്കരയുമ്പോൾ ഓർക്കേണം നീ എന്നെ, ഇതു നിനക്കായി തുറന്ന ഹൃദയം. പാപഭാരം തളർത്തുമ്പോൾ ഓർക്കേണം നീ എന്നെ, ഇതു നിനക്കായി തകർന്ന ഹൃദയം. നിന്റെ പാപരോഗങ്ങൾ തോളിൽ വഹിച്ച ദൈവം, നിന്റെ ദുഃഖഭാരങ്ങൾ ക്രൂശിൽ സഹിച്ച ദൈവം, നിന്നെ രക്ഷിക്കാൻ ശക്തനായവൻ, നിന്റെ രക്ഷയ്ക്കായി ജീവൻ തന്നവൻ. എന്റെ പൊന്നു കുഞ്ഞെ നീ എത്ര പാപിയെന്നാലും യേശുവിൻ സ്നേഹം ക്ഷമിക്കും. സ്നേഹിച്ചവർ പിരിയുമ്പോൾ നോക്കേണം നീ എന്നെ, ഗത്സമേനിൽ ഏകനായ സമയം. വിശ്വസിച്ചോർ വഞ്ചിക്കുമ്പോൾ നോക്കേണം നീ എന്നെ, ചുംബനത്താൽ ഒറ്റപ്പെട്ട സമയം. സ്നേഹിച്ചവർ പിരിയുമ്പോൾ നോക്കേണം നീ എന്നെ, അന്നു ഗത്സമേനിൽ ഏകനായ സമയം. വിശ്വസിച്ചോർ വഞ്ചിക്കുമ്പോൾ നോക്കേണം നീ എന്നെ, സ്നേഹചുംബനത്താൽ ഒറ്റപ്പെട്ട സമയം. നിന്റെ പാപരോഗങ്ങൾ തോളിൽ വഹിച്ച ദൈവം, നിന്റെ ദുഃഖഭാരങ്ങൾ ക്രൂശിൽ സഹിച്ച ദൈവം, നിന്നെ രക്ഷിക്കാൻ ശക്തനായവൻ, നിന്റെ രക്ഷയ്ക്കായി ജീവൻ തന്നവൻ. എന്റെ പൊന്നു കുഞ്ഞെ നീ എത്ര പാപിയെന്നാലും യേശുവിൻ സ്നേഹം ക്ഷമിക്കും. എന്റെ പൊന്നു കുഞ്ഞെ നിനക്കെത്ര കുറവുണ്ടേലും യേശുവിൻ സ്നേഹം സഹിക്കും. നിന്റെ പാപരോഗങ്ങൾ തോളിൽ വഹിച്ച ദൈവം, നിന്റെ ദുഃഖഭാരങ്ങൾ ക്രൂശിൽ സഹിച്ച ദൈവം,
നിന്നെ രക്ഷിക്കാൻ ശക്തനായവൻ, നിന്റെ രക്ഷയ്ക്കായി ജീവൻ തന്നവൻ. എൻ്റെ പൊന്നു കുഞ്ഞേ, നീ എത്ര പാപിയെന്നാലും യേശുവിൻ സ്നേഹം ക്ഷമിക്കും. അച്ഛാ വളരെ വളരെ സൗഖ്യമുള്ളൊരു ഗാനം. അച്ഛൻ അത് വളരെ മനോഹരമായിട്ടാണ് പാടിയിരിക്കുന്നത്. പ്രത്യേകിച്ചൊരു പ്രണയത്തകർച്ചയിൽ ആത്മഹത്യൻ്റെ വക്കിൽ നിന്നൊരു സഹോദരിയുടെ ആത്മരക്ഷയ്ക്കായിട്ട് അച്ഛൻ എഴുതിയ ഗാനം. എനിക്ക് തോന്നുന്നു ഈ ഗാനത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയുന്നത്, ഇപ്പം ഇന്ന് ഈ പ്രണയത്തകർച്ച, ബ്രേക്കപ്പ് എന്നൊക്കെ പറയുന്നത് ഒത്തിരി എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ആത്മഹത്യകളുടെ എണ്ണമൊക്കെ നമ്മൾ പല കാര്യത്തിലും മുമ്പിലെന്ന് പറയുമ്പോഴും അതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. ഒരു പ്രിസ്ക്രിപ്ഷൻ പോലെ ഡോക്ടേഴ്സ് നൽകുന്ന പോലെ നമ്മുടെ മുമ്പിൽ ഒരു മുറിവേറ്റ് വരുന്ന ഒരാൾക്ക് എഴുതി കൊടുക്കാൻ പറ്റുന്ന ഒരു സുന്ദരമായ ഗാനം. ഈ ഗാനം ഒന്ന് കേട്ട് കഴിഞ്ഞാൽ നല്ല അഭിഷേകം ഉണ്ടാച്ചു. നല്ല ഗാനം എഴുതി അത് ഞാനത് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയ ബോധ്യങ്ങളാണ് ഈ ഗാനം. ആ സഹോദരി ആത്മഹത്യയിൽ നിന്ന് പിന്തിരിഞ്ഞു. അവരിന്ന് നല്ലൊരു കുടുംബജീവിതം നയിച്ചുകൊണ്ട് വിദേശത്ത് നല്ല ഒരു കുടുംബം ആയി കൃപയുടെ ഒരു ശുശ്രൂഷകയായിട്ട് ജീവിതം മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഞാൻ ഈ പാട്ടിങ്ങനെ ചെയ്തിട്ട് കുറേ നാളത്തേക്ക് എൻ്റെ ഉള്ളിലിങ്ങനെ ഇതിൻ്റെ ഒരു 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 എന്താ പറയുക, ഒരു ഫ്രാഗ്രൻസ് എന്നൊക്കെ നമ്മൾ പറയാം, അതിൻ്റെ ഒരു വേവ് ലെങ്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇത് റെക്കോർഡ് ആകുന്നതിന് മുമ്പ് ഇതിങ്ങനെ പാടിയിട്ട് ഞാൻ തലയണയിലൊക്കെ ഇങ്ങനെ തല വെച്ചിട്ട് കരയും. എന്നിലേക്ക് ആ ഒരു സ്പിരിറ്റ് ഇങ്ങനെ വന്നിട്ട് ഈശോയുടെ ഈ കാര്യങ്ങളൊക്കെ ഓർത്തിങ്ങനെ സ്നേഹം വഞ്ചിക്കപ്പെടുന്നവർ, ചതിക്കപ്പെടുന്നവർ, വൃദ്ധമന്ദിരത്തിൽ ആക്കപ്പെടുന്ന മാതാപിതാക്കന്മാർ, അതായത് ഇതൊരു പ്രണയത്തകർച്ച ഒരു പശ്ചാത്തലമേ ഉള്ളൂ. സ്നേഹം നിരസിക്കപ്പെടുന്നിടത്തെല്ലാം മനുഷ്യൻ്റെ ഹൃദയം പടയും. അച്ഛൻ ഏറെ തിരക്കുകളുണ്ട്. ഒരു വലിയ വികാരിച്ചനാണ്. അതിനോടൊപ്പം LLB പഠനം നടന്നുകൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഒരു വലിയൊരു വിശേഷം പറയാനുണ്ടല്ലോ. അച്ഛൻ ചെയ്യുന്നൊരു വലിയൊരു ശുശ്രൂഷ, ഒരു അക്കാഡമിയുടെ, മ്യൂസിക് അക്കാഡമിയുടെ കാര്യമൊക്കെ ഉണ്ടല്ലോ. ആ വിശേഷങ്ങളൊക്കെ ഒന്ന് വെച്ചാൽ ഒന്ന്. മ്യൂസിക് അക്കാഡമിയും ഇതുപോലൊരു സങ്കടത്തിൻ്റെ അനുഭവം സമ്മാനിച്ച ഒരു ചിന്തയാണ്. ഞാൻ കൊച്ചുനാളിൽ എനിക്ക് മ്യൂസിക് പഠിക്കാനുള്ള ഒരു അവസരമില്ലായിരുന്നു. അപ്പോൾ ഒന്ന് അതിനുള്ള സാമ്പത്തികത്തിൻ്റെ കുറവ്, ഫീസ് നമുക്ക് പറ്റുന്നതായിരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ആ ഒരു സ്ഥലങ്ങളിലൊക്കെ അവിടെ ഇവിടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു പരിശീലനം, നമുക്ക് പറ്റുന്ന സാഹചര്യമായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഫാദർ മരിച്ചുപോയി. 2017 ഫാദർ മരിച്ചു. അപ്പം അച്ഛൻ്റെ തിരുപ്പട്ടം വരുന്നത് 2008 വരുന്നു. അപ്പോൾ എൻ്റെ ഫാദർ എനിക്ക് എൻ്റെ ജീവിതയാത്രയിൽ വലിയൊരു പ്രേരണയായ ഒരു വ്യക്തിത്വമാണ്. ഫാദർ നന്നായിട്ട് സ്മോക്ക് ചെയ്യുമായിരുന്നു എന്നെ സെമിനാരി ചേർക്കുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെ ഞാനും ഫാദറും കൂടെ കീഴ്പള്ളി എന്ന് പറയുന്ന ടൗണിൽ കച്ചവടമായിരുന്നു ഞങ്ങൾക്ക്. ഈ ഒരു കൂൾ ബാറും പിന്നെ ടൈലറിങ്ങും ഒക്കെ. അപ്പോൾ ഞാൻ സ്കൂൾ വിട്ട് വന്ന ഈ കടയിലാണ്. അപ്പം ടൗണിലൊക്കെ എല്ലാവർക്കും നാരങ്ങ വെള്ളം എടുത്ത് കൊടുക്കുക, കടകളിൽ ചായ കൊണ്ടേ കൊടുക്കുക, ഇതൊക്കെയാണ് എൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആ ടൗണുമായിട്ട് അത്ര ആത്മബന്ധമാണ്. അപ്പോൾ ഫാദറിന് ഇങ്ങനെ സെമിനാരി വിടാനൊന്നും ഒരു താല്പര്യമില്ലായിരുന്നു എന്നെ. ആദ്യം ഞാനിങ്ങനെ പറയുമ്പോൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ ഞാനിങ്ങനെ സെമിനാരി ചേരാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ ഫാദറിന് അതിനോടൊരു അങ്ങനെ ഒരു താല്പര്യം ഇല്ലായിരുന്നു ശരിക്കും. പക്ഷേ അതിരൂപതയുടെ ക്യാമ്പിൽ പോയി വികാരിച്ചന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം കപ്പൂച്ചൻ സഭയിൽ പോകാൻ വേണ്ടിയിട്ടെല്ലാം ക്രമീകരിച്ചതാണ്. ഒരു കപ്പൂച്ചൻ ആകണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ ക്രമീകരിച്ചപ്പോഴാണ് രൂപതയുടെ ക്യാമ്പ് നടന്നപ്പോൾ വികാരിച്ചനപ്പം രൂപതയുടെ ക്യാമ്പിന് പോകാൻ പറഞ്ഞു. അങ്ങനെ ഒരു ദൈവവിളി തലശ്ശേരി രൂപതയിലേക്ക് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഫാദർ ഇങ്ങനെ ക്യാമ്പിനൊക്കെ പോയി സെലക്ഷനൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഫാദർ വികാരിച്ചൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ പറഞ്ഞു അച്ഛാ ഇങ്ങനെ രൂപതയിലൊക്കെ പഠിപ്പിക്കണം, ഒത്തിരി പൈസ വേണം എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിനുള്ളൊരു സാമ്പത്തിക ശേഷിയുടെ കുറവുണ്ട്, ഞങ്ങളിങ്ങനെ ചെറിയ കച്ചവടം കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അന്നത്തെ വികാരിച്ചൻ പറഞ്ഞു, തോമസുട്ടി പണം കൊണ്ടൊന്നും ഒരു വൈദികൻ ഉണ്ടാവില്ല, കോടിക്കണക്കിന് രൂപ ഉണ്ടായാലും ഒരു വൈദികനെ ലഭിക്കണമെന്നില്ല, നീ പ്രാർത്ഥിക്ക്, നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ത്യാഗം ചെയ്ത് നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സെലക്ഷൻ ചെന്നു. ഞാനും അമ്മയും അപ്പച്ചനുമാണ് ചെന്നത്. എന്നെ അവിടെ സെമിനാരി കൊണ്ടേ സാധനങ്ങളുടെയൊക്കെ ലിസ്റ്റൊക്കെ വെച്ച് അങ്ങനെ ഒരു നമുക്കൊരു നൊസ്റ്റാൾജിയാണല്ലോ ആ ഒരു ഓർമ്മ അവളെ കൊണ്ടുവിടുന്നത്. അങ്ങനെ കൊണ്ടുപോയി വിട്ടിട്ട് അപ്പച്ചൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതേ കത്തീഡ്രൽ പള്ളിയിൽ അപ്പച്ചൻ ചെന്നിട്ട് അപ്പച്ചൻ സിഗരറ്റ് വലിക്കും. ഞാൻ ഓർക്കുന്നു 30 സിഗരറ്റൊക്കെ ഞാൻ എണ്ണിയിട്ടുണ്ട്. അത്രയും വലിക്കുമായിരുന്നു. അങ്ങനെ അപ്പച്ചൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ ഒരു തീരുമാനം അവിടെ നിന്ന് എടുത്തു. സിഗരറ്റിൻ്റെ പാക്കറ്റും ആ തീപ്പെട്ടി ഇതെല്ലാം അവിടെ എടുത്തിട്ട് അവിടെ അമ്മയുടെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ മകന് വേണ്ടി ഞാൻ അവനൊരു നല്ലൊരു വൈദികനാകാൻ വേണ്ടി ഞാൻ എൻ്റെ പറഞ്ഞല്ലോ ത്യാഗം ചെയ്തുള്ള പ്രാർത്ഥന അത് ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അതങ്ങ് ഉപേക്ഷിച്ചു. അത് പിന്നീട് എൻ്റെ ഓർഡിനേഷൻ വരെയും അതിനുശേഷം മരണം വരെയും അപ്പച്ചന് ഈ കാര്യങ്ങളിൽ മാറി നിന്നു എന്നുള്ളതാണ് ഞാൻ ഒത്തിരി ബഹുമാനിക്കുന്ന ആ ഒരു. കാരണം പിന്നീട് എന്നോട് പലരും അപ്പച്ചൻ്റെ കൂട്ടുകാർ പറഞ്ഞറിഞ്ഞു,
മരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, തോമസ് കുട്ടിയെ ഞങ്ങൾ പലപ്പോഴായിട്ട് ഇങ്ങനെയുള്ള ചെറിയ കമ്പനികളൊക്കെ കൂടുമ്പോൾ ഇച്ചിരി കഴിക്കാനും അല്ലെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനത് അന്ന് കത്തീഡ്രലിൽ നിന്ന് എൻ്റെ മകന് വേണ്ടി കൊടുത്ത ഒരു വ്രതമാണ്. ഞാനതിൽ നിന്ന് മരണം വരെയും പിന്മാറുകയില്ല എന്ന് പലപ്പോഴും ഞങ്ങളോട് പറഞ്ഞു. നമ്മുടെയൊക്കെ നിലനിൽപ്പ് തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ത്യാഗത്തോടെ പ്രാർത്ഥിക്കുന്ന നമ്മുടെ മാതാപിതാക്കന്മാരുടെ. ഞാനിപ്പോഴും അദ്ദേഹം എൻ്റെ ഈ അടുത്ത് സ്വർഗം അദ്ദേഹത്തെ അനുവദിച്ച് ഇവിടെ ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ മ്യൂസിക്കിലേക്ക് വരും. അക്കാഡമിയുടെ കാര്യം അച്ഛൻ ചോദിച്ചാൽ, അക്കാഡമി അങ്ങനെ സാഹചര്യങ്ങളില്ലാത്തതുകൊണ്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ കാലിച്ചാനെടുക്കെന്ന് പറഞ്ഞ ഇടവേ വന്നപ്പോഴത്തേക്കും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പിന്നെ മ്യൂസിക് കോളേജിൽ അഭിരുചി ടെസ്റ്റിൽ എനിക്ക് അവിടെ സെലക്ഷൻ കിട്ടി. ഞാനൊരു 2 വർഷം MA മ്യൂസിക്കിൻ്റെ ഒരു കോച്ചിങ് ഞാൻ അവിടെ പോയി അതിൽ കോച്ചിങ് സംബന്ധിച്ചു. അപ്പോൾ എനിക്ക് പിന്നെ അവിടെ വെച്ചിട്ട് കിട്ടിയ ഒരു ബോധ്യമാണ്. നമ്മളിങ്ങനെ കുറേ സുഹൃത്തുക്കളെയൊക്കെ കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു അക്കാഡമി ശാസ്ത്രീയമായിട്ട് കുഞ്ഞുങ്ങൾക്ക് പരിശീലനം തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പലരും ഇങ്ങനെ കാര്യങ്ങളൊക്കെ സഹകരിക്കാൻ ഇങ്ങനെയൊക്കെ വന്നു. അങ്ങനെ ആദ്യം ഞാനിത് ആരംഭിക്കുന്നത് നമ്മുടെ ചായോത്ത് ഇപ്പോൾ ഉള്ള ദേവാലയത്തിൻ്റെ ഓഡിറ്റോറിയത്തിലാണ്. അപ്പോൾ ആ പള്ളി എന്നെ അതിന് അനുവദിച്ചു. ഓഡിറ്റോറിയം ചായോത്ത് സെൻറ്റ് അൽഫോൺസ്. എത്ര വർഷമായി ഇപ്പോൾ 4 വർഷമായി. അവിടുത്തെ നല്ലവരായിട്ടുള്ള ആ ഒരു ഇടവക സമൂഹം കുറേ പേര് പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ പിന്നെ താല്പര്യമില്ലാത്തവരും കുറച്ച് പേര്, വിമർശനങ്ങൾ താല്പര്യമില്ലാത്തവരും ഉണ്ടായിരുന്നു, ഒരു ചെറിയ ശതമാനം ആളുകൾ. പക്ഷേ കൂടുതൽ ആളുകൾ അതിനെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ആ 1 വർഷം ക്ലാസ്സുകൾ അവിടെ കൊണ്ടുപോയി. നമ്മൾ 170ഓളം കുട്ടികൾ പഠിച്ചു. പഠിപ്പിക്കുന്ന അച്ഛൻ തന്നെ. പിന്നെ ഞാൻ പക്ഷേ ഇടവക എനിക്ക് നോക്കണമല്ലോ. അപ്പോൾ എനിക്ക് സഹായത്തിനായിട്ട് അവിടെ നമ്മുടെ ആ ഇടവക തന്നെയുള്ള മത്തായി സാർ, റിട്ടയേർഡ് പോലീസ് ഓഫീസറാണ്, SI ആയിട്ട് ഫുൾ ടൈം എന്ന നിലയിൽ ഗ്രാസിയയ്ക്ക് വേണ്ടി ഇന്ന് സാറാണ് അതിൻ്റെ. ഗ്രാസിയ എന്നാണല്ലേ പേര്? പേരിടാൻ കാരണം മാതാവ് തന്നെ. മാതാവിനോട് മാലാഖ പറഞ്ഞ ആദ്യം സ്വർഗത്തിൻ്റെ സ്വരം അമ്മ കേൾക്കുന്നത്, മാലാഖ കൃപ നിറഞ്ഞവളെ എന്ന് വിളിക്കുന്നത്, അമ്മയെ വിളിക്കുന്നത് ഗ്രാസിയ എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. പിന്നെ ഇറ്റാലിയൻസൊക്കെ പറയുന്നത് നന്ദിയായിട്ടും ഒക്കെ അവർ പറയുന്നതാണ്. എത്ര കുട്ടികളുണ്ടായി? ഇപ്പം നമുക്ക് ഈ വർഷം നമുക്ക് 110 കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ 170 കുട്ടികൾ. ഒരു വർഷത്തേക്കല്ലേ പഠിപ്പിക്കുന്നത്. അതിൽ കുട്ടികളല്ല, ഏത് പ്രായമുള്ളവർക്കും പഠിക്കാം. അക്കാഡമിയുടെ ഒരു യൂണിറ്റ് ജാതി മതഭേദം എല്ലാവർക്കും വരാം. അതിനകത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾ കൊണ്ടുപോയത് അങ്ങനെയാണ്. അതിനകത്തൊരു നിർദ്ദിഷ്ട ഫീസ് ഇല്ല. ഞാനതാ കേട്ടിരിക്കുന്നത്. അച്ഛൻ അധികം ഫീസിന് ഇമ്പോർട്ടൻസേ കൊടുക്കുന്നില്ല. നിങ്ങൾ വന്ന് പഠിക്കണം, അതാണ് നമ്മൾ പറയുന്നത്. നല്ല തിരക്കുണ്ട് അച്ഛൻ. ആ തിരക്കുകളുടെ ഇടയിലും ശുശ്രൂഷകൾ ഇത്ര സന്തോഷത്തോടെ അച്ഛൻ ചെയ്യുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ അതിലൊരു ആത്മീയതയുണ്ട്. നമുക്ക് അങ്ങനെയാണല്ലോ അച്ഛൻ്റെ ഒരു ഗാനം കൂടി ഒന്ന് കേൾക്കാം. കണ്ടു ഭയന്നു മുഖം പൊത്തി ഞാൻ കരയവേ തിരുമുഖമെൻ ഉള്ളിൽ തെളിഞ്ഞു. യേശുവിൻ തിരുമൊഴികൾ കാതിൽ പതിച്ചു. ജീവിത ക്രൂശു കണ്ടു ഭയന്നു മുഖം പൊത്തി ഞാൻ കരയവേ തിരുമുഖമെൻ ഉള്ളിൽ തെളിഞ്ഞു. യേശുവിൻ തിരുമൊഴികൾ കാതിൽ പതിച്ചു. കുരിശേന്തിയ നാഥൻ തിരുമുറിവുകൾ കാട്ടി മകനെ എന്നെ വിളിച്ചു. കുരിശേന്തിയ നാഥൻ തിരുമുറിവുകൾ കാട്ടി മകനെ എന്നെ വിളിച്ചു. ഈശോയും ജീവിതമാം കുരിശേന്തി തോളോടു തോൾ ചേർന്നു നടന്നു. പിന്നെ ഞാനും ഈശോയും ജീവിതമാം കുരിശേന്തി തോളോടു തോൾ ചേർന്നു നടന്നു. ചെറുപുഞ്ചിരി
കുരിശേന്തണമെന്ന് ഈശോ എന്നോടന്നു പറഞ്ഞു. ചെറുപുഞ്ചിരിയോടെ നീ കുരിശേന്തണമെന്ന് ഈശോ എന്നോടന്നു പറഞ്ഞു. ജീവിത ക്രൂശു കണ്ടു ഭയന്നു മുഖം പൊത്തി ഞാൻ കരയവേ തിരുമുഖമെൻ ഉള്ളിൽ തെളിഞ്ഞു. യേശുവിൻ തിരുമൊഴികൾ കാതിൽ പതിച്ചു. ജീവിതയാത്ര തുടർന്നു കുരിശിന്റെ ഭാരമേറി വന്നു. 100 ചോദ്യങ്ങൾ ഉയർന്നു. ജീവിതയാത്ര തുടർന്നു കുരിശിന്റെ ഭാരമേറി വന്നു. 100 ചോദ്യങ്ങൾ ഉയർന്നു. ക്രൂശിതനെന്നീശോ പ്രതിസന്ധിയിലെല്ലാം പരിഹാരമെന്നു ഞാൻ അറിഞ്ഞു. ക്രൂശിതനെന്നീശോ പ്രതിസന്ധിയിലെല്ലാം പരിഹാരമെന്നു ഞാൻ അറിഞ്ഞു. ജീവിത ക്രൂശു കണ്ടു ഭയന്നു മുഖം പൊത്തി ഞാൻ കരയവേ തിരുമുഖമെൻ ഉള്ളിൽ തെളിഞ്ഞു. യേശുവിൻ തിരുമൊഴികൾ കാതിൽ പതിച്ചു. ജീവിത ക്രൂശു കണ്ടു ഭയന്നു മുഖം പൊത്തി ഞാൻ കരയവേ തിരുമുഖമെൻ ഉള്ളിൽ തെളിഞ്ഞു. യേശുവിൻ തിരുമൊഴികൾ കാതിൽ പതിച്ചു. കുരിശേന്തിയ നാഥൻ തിരുമുറിവുകൾ കാട്ടി മകനേ എന്നെന്നെ വിളിച്ചു. കുരിശേന്തിയ നാഥൻ തിരുമുറിവുകൾ കാട്ടി മകനേ എന്നെന്നെ വിളിച്ചു. അച്ഛാ, വളരെ ഹൃദ്യമായൊരു ഗാനം, വളരെ വളരെ മനോഹരമായിട്ടുള്ള ഗാനം. അച്ഛാ, പിന്നെ അപ്പച്ചനെ പറ്റി പറഞ്ഞു. അച്ഛൻ്റെ ദൈവങ്ങളുടെ വലിയൊരു പ്രചോദനമാണെന്ന് പറഞ്ഞു. അമ്മച്ചിയെ പറ്റിയും അതുപോലെ സഹോദരങ്ങളെ പറ്റിയും. അമ്മ മേരി എന്നാണ് അമ്മയുടെ പേര്, മാതാവിൻ്റെ പേര് തന്നെയാണ്. നിങ്ങൾ എത്ര മക്കളാണ്? ഞങ്ങൾ 4 മക്കൾ. ഞാനാണ് മൂത്തയാൾ. പിന്നെ എൻ്റെ അനുജത്തിയാണ് നേരെ ഇളയാൾ, രമ്യ എന്നാണ് അവളുടെ പേര്, അന്നയെന്ന് മാമസ പേര്. പിന്നെ ഒരു അനുജനാണ് സുജിത്ത് അനുജന്, അവൻ്റെ വൈഫ് ലിപ്സി. അവന് 2 മക്കളാണുള്ളത്, മാരിയോയും റോമാരിയോയും. റൊമാരിയോ ആണ്. അതൊരു ബ്രസീലിയൻ ഫുട്ബോളറാണ് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു പേരാണ് ഇട്ടിരിക്കുന്നത്, റൊമാരിയോ. പിന്നെ ഇളയ സഹോദരി തിരുഹൃദയ സഭയിലെ സിസ്റ്ററാണ്, പേര് അമല. സിസ്റ്റർ അമല ഇപ്പോൾ അറബി എന്ന് പറയുന്ന കോൺവെൻറ്റിലാണ്. പുള്ളി സൈക്കോളജിയൊക്കെ പഠിച്ചിട്ട് മംഗലാപുരത്ത് പഠിച്ച കൗൺസിലിംഗ് മേഖലയിലാണ്. ഹൃദയാരം എന്ന് പറഞ്ഞൊരു കൗൺസിലിംഗ് സെൻ്റർ ഉണ്ട് ഇരിട്ടിയിൽ, അവിടെ വരുന്നുണ്ട്. പിന്നെ വീട്ടുപേര് മേനാച്ചേരി. മേനാച്ചേരി അങ്കമാലിയാണ് ഞങ്ങളുടെ ഒറിജിനൽ സ്ഥലം. മേനാച്ചേരി അവിടെയാണ്, അങ്കമാലി എന്ന് വന്നവരാണ് ഞങ്ങൾ. അവിടെ ഒത്തിരി മേനാച്ചേരിമാരുണ്ട്. അച്ഛൻ വളരെ സുന്ദരമായിട്ട് സംസാരിക്കുന്നു. എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കേൾക്കണം. നമുക്ക് വീണ്ടും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, കുറേ വിശേഷങ്ങളുണ്ട്, ഏറെ ഹൃദ്യമായ അനുഭവങ്ങളൊക്കെ നമുക്ക് പങ്കുവയ്ക്കാനുണ്ട്. അത് വരുന്ന എപ്പിസോഡുകൾ നമുക്ക് കൂടുതലായിട്ട് കേൾക്കാൻ പറ്റും. താങ്ക് യു അച്ഛാ. അച്ഛൻ്റെ ഒരു പാട്ടും കൂടെ വരുമ്പോഴാണ് നമ്മുടെ എപ്പിസോഡ് അത് പൂർണ്ണമാകുന്നത്. അതിൻ്റെ ഒരു തിലകക്കുറി പോലെ അതിൻ്റെ ആ ഫൈനൽ ടച്ച് എന്ന് പറയുന്നത് വിപിനച്ഛൻ്റെ ഒരു സോങ് ആണ്. അപ്പോൾ അച്ഛൻ്റെ ഒരു ഗാനം കൂടി ഈ എപ്പിസോഡിന് ഉറപ്പല്ല. സന്തോഷമേ ഉള്ളൂ. എൻ്റെ ഒരു പ്രിയ സുഹൃത്തായിട്ടുള്ള സോജൻ പാറക്കൽ ഒത്തിരി ധ്യാന ശുശ്രൂഷകളൊക്കെ നടത്തുന്ന ഒരു സഹോദരൻ കൂടിയാണ്. അദ്ദേഹം വരികളും സംഗീതവും നൽകിയ ഒരു അഭിഷേക ഗാനം ഇപ്പോൾ ആലപിക്കാം.
തന്ന നാഥനെ നാവിന സ്തുതിച്ചിടാം, നന്ദിയോടെ കീർത്തനങ്ങൾ പാടിടാം. നന്മ തന്ന നാളുകൾ നന്ദിയോടെ ഓർത്തിടാം, നസ്തുതികളായിരം പാടിടാം. നാവ് തന്ന നാഥനെ നാവിന സ്തുതിച്ചിടാം, നന്ദിയോടെ കീർത്തനങ്ങൾ പാടിടാം. നന്മ തന്ന നാളുകൾ നന്ദിയോടെ ഓർത്തിടാം, നസ്തുതികളായിരം പാടിടാം. നല്ലവാ വല്ലഭ നിൻ സ്തുതി ഞാൻ പാടിടും, ജീവനുള്ള കാലമെല്ലാം നിൻ സ്തുതി പാടിടും. നല്ലവാ വല്ലഭ നിൻ സ്തുതി ഞാൻ പാടിടും, ജീവനുള്ള കാലമെല്ലാം നിൻ സ്തുതി പാടിടും. തപ്പു താളമേളമോടെ ചുവടോടു കൂടെ ഇങ്ങനെ വീണകൾ നീക്കി പാടി നാഥൻ സ്തുതി പാടും, നാഥൻ പുകഴ് പാടും. എല്ലാം എല്ലാം ദൈവം തന്ന ദാനം, എന്റേതായൊന്നും ഈ ഭൂമിയിലില്ലെന്നേ. എല്ലാം എല്ലാം ദൈവം തന്ന ദാനം, എന്റേതായൊന്നും ഈ ഭൂമിയിലില്ലെന്നേ. എന്റെ പരിപാലകൻ മയങ്ങുകില്ല, എന്നെ കരുതുന്നവൻ ഉറങ്ങുകില്ല. എന്റെ പരിപാലകൻ മയങ്ങുകില്ല, എന്നെ കരുതുന്നവൻ ഉറങ്ങുകില്ല. എന്നും കൺമണിയെ കരുതിടുന്നേ, അവൻ കയ്യാൽ എന്നെ എന്നും നടത്തിടുന്നേ. നല്ലവാ വല്ലഭ നിൻ സ്തുതി ഞാൻ പാടിടും, ജീവനുള്ള കാലമെല്ലാം നിൻ സ്തുതി പാടിടും. നല്ലവാ വല്ലഭ നിൻ സ്തുതി ഞാൻ പാടിടും, ജീവനുള്ള കാലമെല്ലാം നിൻ സ്തുതി പാടിടും. തപ്പു താളമേളമോടെ ചുവടോടു കൂടെ ഇന്നലെ വീണകൾ നീക്കി പാടി നാഥൻ സ്തുതി പാടും, നാഥൻ പുകഴ് പാടും. എണ്ണി എണ്ണി തീരാത്ത നന്മയാൽ എൻ്റെ ദൈവം എന്നെ നിർത്തിയിടുന്നേ. എണ്ണി എണ്ണി തീരാത്ത നന്മയാൽ എൻ്റെ ദൈവം എന്നെ നിർത്തിയിടുന്നേ. മലകൾ മാറി അകന്നു പോയാലും, കുന്നുകൾ തകർന്ന് നിരത്തപ്പെട്ടാലും, മലകൾ മാറി അകന്നു പോയാലും, കുന്നുകൾ തകർന്ന് നിരത്തപ്പെട്ടാലും, അവനോടും വഴിക്കൊട്ടും മാറ്റമില്ല, അചഞ്ചല സ്നേഹം എന്നെ പിരിയുകില്ല. മനോഹരമായ ഒരു ഉത്സവഗാനം. ബ്രദറാണ് ഒരു സോജൻ ആരക്കൽ. നന്നായിരിക്കുന്നു. കൺവെൻഷനൊക്കെ കൈകളടിച്ച് പാടുന്ന ഒരു ഫീലാണ്. ഞാനിത് അച്ഛനിത് പാടുമ്പോൾ കാണുന്ന ഇങ്ങനെ അനേകായിരങ്ങൾ നിന്നിങ്ങനെ ഒരു കൺവെൻഷൻ പന്തലിൽ പുള്ളി വളരെ മനോഹരമായിട്ട് ക്ലാസ് എടുക്കും. പുള്ളി തന്നെ കീബോർഡ് പ്ലേ ചെയ്ത് മനോഹരമായിട്ട് പാടുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗാനത്തിന് സോജനം ഈ സമയത്ത് നന്ദി പറയുകയാണ്. ഒത്തിരി സന്തോഷം വെച്ചാൽ നമുക്ക് പ്രിയപ്പെട്ട നമ്മളൊക്കെ നെഞ്ചിലേറ്റിയ നമ്മുടെ പ്രിയപ്പെട്ട ലൂയി മരിദാസച്ചൻ്റെ കൂടുതൽ വിശേഷങ്ങളുണ്ട്. വരുന്ന എപ്പിസോഡുകളിൽ നമുക്കത് കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ ശാലോം ടിവിയുടെ ഹെവൻലി മെലോഡീസിൻ്റെ പേരിൽ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഹൃദയപൂർവ്വം നന്ദി. ആവു തന്ന നാഥനെ നാവിന സ്തുതിച്ചിടാം, നന്ദിയോടെ കീർത്തനങ്ങൾ പാടിടാം. നന്മ തന്ന നാളുകൾ നന്ദിയോടെ ഓർത്തിടാം, നസ്തുതികളായിരം പാടിടാം. നാവ് തന്ന നാഥനെ നാവിന സ്തുതിച്ചിടാം, നന്ദിയോടെ കീർത്തനങ്ങൾ പാടിടാം.